പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡറായതോടെ ഇനി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. അതിവേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നുണ്ടായ കനത്ത മഴയിലാണ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ പുഴ ഒഴുകിയത്. 31 മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു. മഴയിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പാലം കാൽനടയാത്രയ്ക്കും വാഹനയാത്രയ്ക്കും തുറന്നുകൊടുക്കുകയായിരുന്നു. നിബന്ധനകളോടെയാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. എന്നാൽ പാലം തുറന്നതോടെ പട്ടാമ്പി ടൗൺ ഗതാഗതക്കുരുക്കിൽ അമരുകയും ചെയ്തിരുന്നു. കൈവരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാലം പൂർണ്ണതോതിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് UDF ഉൾപ്പെടെ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തെത്തി. ഇതിനിടെയാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡർ വിളിച്ചത്. ഈ ടെൻഡറാണ് കഴിഞ്ഞ ദിവസം തുറന്നത്. 18 ലക്ഷം രൂപ ചിലവിലാണ് കൈവരികൾ പുനഃസ്ഥാപിക്കുക. ഉടൻ തന്നെ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൈവരികൾ നിർമ്മിച്ചു കൊണ്ടുവന്ന പാലത്തിന് മുകളിൽ വെൽഡ് ചെയ്ത് സ്ഥാപിക്കുന്ന തരത്തിലാകും നിർമ്മാണം നടത്തുക. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.